നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇറാഖിൽ വൻ ഷോപ്പിംഗ് മാൾ ദുരന്തം. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 60 കടന്നു. കുത്തിൽ ഒരു ഷോപ്പിംഗ് സെന്ററിൽ എയർ കണ്ടീഷണർ പൊട്ടിത്തെറിച്ചുണ്ടായ തീപിടുത്തത്തിൽ നിരവധി പേർക്ക് പരിക്ക്. ഷോപ്പിംഗ് മാൾ തുറന്നത് 5 ദിവസം മുമ്പ്. ഇന്ത്യയുമായി ഉടൻ തന്നെ ഒരു പുതിയ വ്യാപാര കരാറിലെത്തുമെന്ന സൂചന നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബംഗ്ലാദേശ് സ്ഥാപകൻ ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ ജന്മനാടായ ഗോപാൽഗഞ്ചിൽ നാഷണൽ സിറ്റിസൺ പാർട്ടി സംഘടിപ്പിച്ച റാലിയെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിൽ ഷെയ്ഖ് ഹസീനയുടെ അനുയായികളും പോലീസും ഏറ്റുമുട്ടി. 4 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഗാസയിലെ വംശഹത്യയിൽ യൂറോപ്പിന് പങ്കെന്ന റിപ്പോർട്ട്. പലസ്തീൻ കുട്ടികളും സാധാരണക്കാരും കൊല്ലപ്പെട്ട വ്യോമാക്രമണങ്ങളിൽ ഉപയോഗിച്ച ബോംബുകളുടെ പ്രധാന ഘടകങ്ങൾ യൂറോപ്പിലെ ഏറ്റവും വലിയ മിസൈൽ നിർമ്മാതാക്കളായ MBDA നിർമ്മിച്ചത്. പ്രതിരോധത്തിനുള്ള യൂറോപ്യൻ യൂണിയൻ ഫണ്ടുകൾ 5 ഇരട്ടി വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പു നൽകുന്ന 2 ട്രില്യൺ യൂറോ ബഡ്ജറ്റ് പ്രഖ്യാപിച്ച് യൂറോപ്യൻ കമ്മീഷൻ. 2028 മുതൽ 2034 വരെയുള്ള ബഡ്ജറ്റിൽ വൻകിട കമ്പനികൾ, പുകയില, ഇലക്ട്രോണിക് മാലിന്യങ്ങൾ എന്നിവയ്ക്ക് പുതിയ നികുതികൾ. കുടിയേറ്റത്തിനും അതിർത്തി മാനേജ്മെന്റിനുള്ള ഫണ്ടുകൾ 3 ഇരട്ടിയാക്കുമെന്നും ഗവേഷണ ബഡ്ജറ്റ് ഇരട്ടിയാക്കുമെന്നും പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈൻ. ഉലഞ്ഞു തുടങ്ങി US ബന്ധം. യൂറോപ്പിന്റെ ചെലവിൽ ഉക്രൈനിലേക്ക് കൊണ്ടുപോകുന്ന അധിക ആയുധങ്ങളുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിനെതിരെ യൂറോപ്യൻ യൂണിയൻ. ബ്രിട്ടീഷ് വിർജിൻ ദ്വീപുകൾ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിൽ വരുത്തുന്ന കാലതാമസത്തിൽ ഫാക്ട് ചെക്കിങ്ങിന് UKയുടെ അഴിമതി വിരുദ്ധ ചാമ്പ്യൻ മാർഗറ്റ് ഹോഡ്ജനെ നിയോഗിക്കാൻ വിദേശകാര്യ ഓഫീസ് തീരുമാനം. ബെൽജിയത്തിൽ ആന്റ്വെർപ്പിനടുത്തുള്ള ഡുമാറോ ലാൻഡ് സംഗീതോത്സവത്തിന്റെ പ്രധാന വേദി ബുധനാഴ്ചത്തെ തീപിടുത്തത്തിൽ പൂർണ്ണമായും നശിച്ചു. 18 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയും കുവൈറ്റും വിമാന സീറ്റ് കോട്ട വർദ്ധിപ്പിക്കാൻ ധാരണയായി. ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള 12,000 സീറ്റുകളുടെ കോട്ട 18,000 ആക്കും. സീറ്റെണ്ണം കൂടുന്നതോടെ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കുന്നത് പ്രവാസികൾക്ക് ഗുണകരം. യുവ മലയാളി ബാങ്ക് ഉദ്യോഗസ്ഥ ഇരവിപുരം സ്വദേശി അനീറ്റ ബെനാൻസിനെ കാനഡയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ടൊറന്റോയിലെ താമസ സ്ഥലത്തെ ശുചിമുറിയിൽ. വാർത്തകൾ വിശദമായി. ഇറാഖി നഗരമായ കുത്തിലെ ഒരു ഷോപ്പിംഗ് സെന്ററിൽ 2ാം നിലയിൽ ഒരു എയർ കണ്ടീഷൻ പൊട്ടിത്തെറിച്ചുണ്ടായ തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 60 കടന്നു. നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട്. 5 ദിവസം മുമ്പ് തുറന്നതായി പറയപ്പെടുന്ന കുത്തിന്റെ മധ്യഭാഗത്തുള്ള കോർണർഷിപ്പ് ഹൈപ്പർ മാർക്കറ്റിൽ കാണാതായവർക്കായുള്ള രക്ഷാപ്രവർത്തകർ തിരച്ചിൽ തുടരുകയാണ്. ഷോപ്പിംഗ് സെന്ററിന്റെ ഉടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നും 2 ദിവസത്തിനുള്ളിൽ പ്രാഥമിക കണ്ടെത്തലുകൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും റീജിയണൽ ഗവർണർ മുഹമ്മദ് അൽ മിയാഹി പറഞ്ഞു. ബംഗ്ലാദേശ് സ്ഥാപകൻ ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ ജന്മനാടായ ഗോപാൽഗഞ്ചിൽ യൂത്ത് റാലിയിൽ സംഘർഷം. ബുധനാഴ്ച നാഷണൽ സിറ്റിസൺ പാർട്ടി സംഘടിപ്പിച്ച റാലിയെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിൽ ഷെയ്ഖ് ഹസീനയുടെ അനുയായികളും പോലീസും ഏറ്റുമുട്ടി. 4 പേർ കൊല്ലപ്പെട്ടതായി മാധ്യമ റിപ്പോർട്ടുകൾ. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള NCPയുടെ ആസൂത്രിത മാർച്ചിന് മുന്നോടിയായി ഷെയ്ഖ് ഹസീനയുടെ 100 കണക്കിന് അനുയായികൾ പോലീസുമായി ഏറ്റുമുട്ടിയതോടെയാണ് സംഘർഷമുണ്ടായത്. ഇന്ത്യയുമായി ഉടൻ തന്നെ ഒരു പുതിയ വ്യാപാര കരാറിലെത്തുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിലവിൽ US ഇന്ത്യയുമായി ചർച്ചകളിലാണെന്നും ട്രംപ് പറഞ്ഞു. ബഹ്റൈൻ കിരീടാവകാശി സൽമാൻ ബിൻ ഹമദ് ബിൻ ഈസ അൽ ഖലീഫുമായുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് നിർണായകമായ വിഷയത്തിൽ ഈ സൂചന നൽകിയത്. ഓഗസ്റ്റ് 1 ഒരു സുപ്രധാന ദിവസമായിരിക്കുമെന്നും അന്ന് തന്റെ രാജ്യത്തേക്ക് ധാരാളം പണം വരുമെന്നും ട്രംപ് എടുത്തു പറഞ്ഞു. എല്ലാ രാജ്യങ്ങൾക്കും മേൽ ട്രംപ് നടപ്പിലാക്കുന്നത് കടുത്ത പ്രഹരമാണ്. ട്രംപിനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ തക്ക ധൈര്യമുള്ള ലോകരാഷ്ട്രങ്ങളും നേതാക്കന്മാരും ഒന്നുമില്ല ലോകത്തെന്നുള്ള അഹന്തയുടെ പുറത്താണ് ചോദ്യം ചെയ്യപ്പെടാത്ത വിധം ട്രംപ് തന്റെ ഏകാധിപത്യ ഭരണം എല്ലാ രാജ്യങ്ങൾക്കും മേൽ അടിച്ചേൽപ്പിക്കുന്നു. മുഴുവൻ രാജ്യങ്ങൾക്കും മേൽ അമിത തീരുവ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ശബ്ദിക്കാത്ത വിധം ട്രംപ് നിശബ്ദമാക്കി ഒരു തുള്ളി രക്തം ചൊരിയാത്ത നിശബ്ദ യുദ്ധമുറയാണ് പയറ്റിത്തെളിയുന്നത്. ആയുധങ്ങളോ മിസൈലുകളോ ഒന്നും ആവശ്യമില്ലാത്ത, എന്നാൽ അടപടലം അടിച്ചമർത്താൻ പറ്റുന്ന ഏറ്റവും മികച്ച യുദ്ധതന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ മാത്രം ട്രംപിന് പലപ്പോഴും 2 വട്ടം ആലോചിക്കേണ്ടി വരുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അതിന് പ്രധാന കാരണം എതിർവശത്തു നിൽക്കുന്നത് നരേന്ദ്രമോദി എന്ന ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഭരണാധികാരിയാണ് എന്നത് തന്നെയാണ്. മറ്റു പല രാജ്യങ്ങളുമായും വാണിജ്യ ബന്ധങ്ങൾ അവസാനിപ്പിക്കുകയും അമിത താരിഫ് അടിച്ചേൽപ്പിച്ച് വീർപ്പ് മുട്ടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലും ഇന്ത്യയുമായി പുതിയ വ്യാപാര കരാർ ഉണ്ടാക്കാനുള്ള സജീവ താല്പര്യം തന്നെയാണ് ട്രംപ് കാണിക്കുന്നത്. ഇന്ത്യയുമായി എക്കാലവും മികച്ച സൗഹൃദം കാത്തുസൂക്ഷിക്കാൻ തന്നെയാണ് ട്രംപ് താല്പര്യപ്പെടുന്നതെന്ന് ഇന്നലെ വ്യക്തമാക്കി ട്രംപ് തന്നെയാണ് രംഗത്ത് വന്നത്. ഇന്ത്യയുമായി ഉടൻ തന്നെ ഒരു പുതിയ വ്യാപാര കരാറിലെത്തുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിലവിൽ US ഇന്ത്യയുമായി ചർച്ചകളിലാണ് എന്നും ട്രംപ് പറഞ്ഞു.
ബഹ്റിൻ കിരീടാവകാശി സൽമാൻ ബിൻ ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് നിർണായകമായ വിഷയത്തിൽ ഈ സൂചന നൽകിയത്. ഓഗസ്റ്റ് എന്നൊരു സുപ്രധാന ദിവസമായിരിക്കുമെന്നും അന്ന് തന്റെ രാജ്യത്തേക്ക് ധാരാളം പണം വരുമെന്നും ട്രംപ് എടുത്തു പറഞ്ഞു. അമേരിക്ക $100 ബില്യൺ വരുമാനം നേടിയെന്നും തീരുവകൾ കാര്യമായി പ്രാബല്യത്തിൽ വന്നിട്ടില്ല, എന്നാൽ ഓട്ടോമൊബൈലുകൾക്കും സ്റ്റീലിനും ഒഴികെ എന്നുമാണ് ട്രംപ് പറയുന്നത്. ഇതോടെ US-ഇന്ത്യ വ്യാപാര കരാർ വീണ്ടും ചർച്ചകളിൽ ഇടം നേടുകയാണ്. ഓഗസ്റ്റ് 1 രാജ്യത്തേക്ക് വളരെ വലിയ രീതിയിൽ പണം വരുന്നു എന്നും നിരവധി സ്ഥലങ്ങളുമായി അമേരിക്ക കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞ ട്രംപ് ഇന്നലെ അമേരിക്കയ്ക്ക് അത്തരത്തിലൊരു കരാർ ഉണ്ടായിരുന്നു എന്നും മറ്റൊരു കരാർ വരാനിരിക്കുന്നു, ഒരു പക്ഷേ ഇന്ത്യയുമായുള്ളത് എന്നുമാണ് പറഞ്ഞത്. ഗാസയിലെ വംശഹത്യയിൽ യൂറോപ്പിനും പങ്കെന്ന് റിപ്പോർട്ട്. യൂറോപ്പിലെ ഏറ്റവും വലിയ മിസൈൽ നിർമ്മാതാക്കളായ MBDA പലസ്തീൻ കുട്ടികളും മറ്റ് സാധാരണക്കാരും കൊല്ലപ്പെട്ട വ്യോമാക്രമണങ്ങൾ ഉപയോഗിച്ചതുമായ ബോംബുകളുടെ പ്രധാന ഘടകങ്ങൾ വിൽക്കുന്നവരാണെന്ന റിപ്പോർട്ട് പുറത്ത്. യൂറോപ്യൻ കമ്പനികൾ എത്രത്തോളം ലാഭം നേടുന്നുണ്ടാകാമെന്ന ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്വതന്ത്ര ന്യൂസ് റൂമുകളായ ഡിസ്കോസ് ആൻഡ് ഫോളോ ദി മണിയുമായി ചേർന്ന് ഗാർഡിയൻ നടത്തിയ അന്വേഷണം GB39 ബോംബിന് പിന്നിലെ വിതരണ ശൃംഖലയും സംഘർഷ സമയത്ത് അത് വിന്യസിച്ച രീതികളും പരിശോധിച്ചു. US-ലെ അലബാമയിൽ MBDAയ്ക്ക് ഒരു ഫാക്ടറി എന്നും അത് ബോയിങ് നിർമ്മിച്ച GB39 ഘടിപ്പിച്ച ചിറകുകൾക്ക് നിർമ്മിക്കുന്നു എന്നും വ്യക്തമായി. പ്രതിരോധത്തിനുള്ള യൂറോപ്യൻ യൂണിയൻ ഫണ്ടുകൾ 5 ഇരട്ടി വർദ്ധിപ്പിക്കുമെന്നുറപ്പ് നൽകുന്ന 2028 മുതൽ 2034 വരെയുള്ള €2 ട്രില്യൺ ബഡ്ജറ്റ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെൻ പ്രഖ്യാപിച്ചു. വൻകിട കമ്പനികൾ, പുകയില, ഇലക്ട്രോണിക് മാലിന്യങ്ങൾ എന്നിവയ്ക്ക് പുതിയ നികുതികൾ ഏർപ്പെടുത്തണമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. യൂറോപ്പിന്റെ വെല്ലുവിളികളെ നേരിടുന്ന നമ്മുടെ സ്വാതന്ത്ര്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു പുതിയ യുഗത്തിനായുള്ള €2 ട്രില്യൺ ബഡ്ജറ്റാണ് ഇത് എന്നും ഉർസുല മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. കുടിയേറ്റത്തിനും അതിർത്തി മാനേജ്മെന്റിനുമുള്ള ഫണ്ടുകൾ 3 ഇരട്ടിയാക്കുമെന്നും ഗവേഷണ ബഡ്ജറ്റ് ഇരട്ടിയാക്കുമെന്നും അവർ പറഞ്ഞു. യൂറോപ്പിന്റെ ചിലവിൽ ഉക്രൈനിലേക്ക് കൊണ്ടുപോകുന്ന അധിക ആയുധങ്ങളുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം യൂറോപ്യൻ യൂണിയൻ US ബന്ധങ്ങൾ നേരിയ സംഘർഷം സൃഷ്ടിച്ചു തുടങ്ങിയതായി സൂചന. ഈ ആയുധങ്ങൾക്ക് യൂറോപ്പ് പണം നൽകിയാൽ അത് യൂറോപ്യൻ പിന്തുണയാണ് എന്ന് യൂണിയൻ വിദേശ നയ മേധാവി കാജ കല്ലാസ് വ്യക്തമാക്കി. കൂടുതൽ ആയുധങ്ങൾ ഉക്രൈനിലേക്ക് അയക്കുമെന്ന പ്രസിഡന്റ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നു എങ്കിലും അതിന്റെ സാമ്പത്തിക പാക്ക് US പങ്കിടുന്നത് കാണാൻ തങ്ങൾ ആഗ്രഹിക്കുന്നു എന്നും കല്ലാസ് പറഞ്ഞു. കൈവിനായി കൂടുതൽ പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കണ്ടെത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള പാട്രിയറ്റ് ഉടമസ്ഥരായ രാജ്യങ്ങളുടെയും ഉക്രൈൻ ദാതാക്കളുടെയും ഒരു യോഗം നാറ്റോയുടെ ഉന്നത സൈനിക കമാൻഡറുടെ അധ്യക്ഷതയിൽ അടുത്ത ബുധനാഴ്ച നടന്നേക്കാമെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ജർമ്മൻ ആസ്ഥാനമായുള്ള നാറ്റോ സെക്യൂരിറ്റി അസിസ്റ്റന്റ് ആൻഡ് ട്രെയിനിങ് ഫോർ ഉക്രൈൻ എന്നറിയപ്പെടുന്ന ഒരു സംവിധാനത്തിലൂടെ സഖ്യം ആയുധ വിതരണം ഏകോപിപ്പിക്കുമെന്നും ഒരു നാറ്റോ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ബ്രിട്ടീഷ് വിർജിൻ ദ്വീപുകൾ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിൽ കാലതാമസം വരുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് കണ്ടെത്താൻ UK-യുടെ അഴിമതി വിരുദ്ധ ചാമ്പ്യൻ മാർഗരറ്റ് ഹോഡ്ജിനെ നിയോഗിക്കാൻ വിദേശകാര്യ ഓഫീസ് തീരുമാനം. പാരഡൈസ് പേപ്പേഴ്സ്, റഷ്യൻ പ്രഭുക്കന്മാരും മുൻ ചെൽസി FC ഉടമയുമായ റോമൻ അബ്രോമിച്ചിന്റെ നികുതി വെട്ടിപ്പ് സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര അന്വേഷണങ്ങളിൽ ദ്വീപുകളെ അടിസ്ഥാനമാക്കിയുള്ള കമ്പനികൾക്കുള്ള തെളിവുകൾ ലഭിച്ചതോടെയാണ് നടപടി. വിദേശ പ്രദേശങ്ങളിലെ നേതാക്കളെ സന്ദർശിച്ചതിന് പിന്നാലെ വിദേശകാര്യമന്ത്രി സ്റ്റീഫൻ ഡൌട്ട് മുതിർന്ന അഴിമതി വിരുദ്ധ പ്രചാരകരായ ലേഡി ഹോഡ്ജിനെ ഫാക്ട് ഫൈൻഡിംഗ് ദൗത്യത്തിനായി ദ്വീപുകളിലേക്ക് അയക്കുമെന്നും പറഞ്ഞു. UK-യിലെ അർദ്ധ സ്വയംഭരണ ബ്രിട്ടീഷ് വിദേശ പ്രദേശങ്ങളിലെ പലതും രഹസ്യ സ്വഭാവമുള്ള ഭരണകൂടങ്ങളുടെ പുതിയ രജിസ്റ്ററുകൾ നടപ്പിലാക്കുന്നതിനുള്ള ഒരു നടപടിക്കുള്ള കഴിഞ്ഞ മാസത്തെ സമയപരിധി ലംഘിച്ചു. ബെൽജിയത്തിൽ ആന്റ്വെർപ്പിനടുത്തുള്ള ടുമാറോ ലാൻഡ് സംഗീത ഉത്സവത്തിന്റെ പ്രധാന വേദി ബുധനാഴ്ചത്തെ തീപിടുത്തത്തിൽ പൂർണ്ണമായും നശിച്ചു. ആയിരക്കണക്കിന് നൃത്ത സംഗീത പ്രേമികൾ ബെൽജിയൻ പരിപാടിയിൽ എത്തുന്നതിന് ഒരു ദിവസം മുമ്പായിരുന്നു ദുരന്തം. ആർക്കും പരിക്കുകളൊന്നുമില്ലെന്നും സംഘാടകർ പറഞ്ഞു. അടുത്ത 2 വാരാന്ത്യങ്ങളിൽ ഫെസ്റ്റിവലുമായി മുന്നോട്ടു പോകുമെന്നും അവർ വ്യക്തമാക്കി. 100,000-ഓളം സംഗീത പ്രേമികൾ എത്തുമെന്ന് കരുതുന്ന പരിപാടിയുടെ വേദിയൊരുക്കാൻ മറ്റു പോംവഴി തേടുകയാണ് സംഘാടകർ. ജൂലൈ 7 ലണ്ടനിൽ അന്തരിച്ച സീറോ മലബാർ രൂപതയിലെ പ്രധാന വ്യക്തിത്വവും വേൾഡ് മലയാളി ഫെഡറേഷൻ UK നാഷണൽ കൗൺസിൽ ട്രഷറർ ആൻഡി മാത്യുവിന്റെ സംസ്കാരം 22 ഈസ്റ്റേൺ ലണ്ടനിലെ റോംഫോർഡിലുള്ള ഈസ്റ്റ് ബ്രൂക്കൻഡ് സെമിത്തേരിയിൽ നടക്കും. 2 പതിറ്റാണ്ടിലേറെയായി ഈസ്റ്റ് ലണ്ടനിലെ ഡഗ്നാമിൽ താമസിക്കുന്ന ആന്റണി മാത്യു കുറച്ചുനാളായി ക്യാൻസർ ബാധിതനായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയായിരുന്നു മരണം.
IT കൺസൾട്ടന്റായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്ന ആന്റണി മാത്യു നിലവിൽ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ ബൈബിൾ അപ്പോസ്തലിക് കോർഡിനേറ്ററും പാസ്റ്റർ കൗൺസിൽ അംഗവും ബൈബിൾ കലോത്സവം കോർഡിനേറ്ററുമായി പ്രവർത്തിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 10 മൃതദേഹം റെയ്നാമിലെ ഔർ ലേഡി ഓഫ് ലാഡ്സ് പള്ളിയിൽ എത്തിച്ചേരും. ശുശ്രൂഷകൾക്ക് ശേഷം പള്ളിയിൽ അന്തിമോപചാരങ്ങൾ അർപ്പിക്കുവാനുള്ള സൗകര്യം ഉണ്ടാകും. ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ മെത്രാൻ അഭിവന്ദ്യ മാർ ജോസഫ് സാംബ്രിക്കൽ പിതാവ് ശവസംസ്കാര ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ബ്രിട്ടനിലെ സീറോ മലബാർ സഭയുടെ വളർച്ചയ്ക്കായി ഏറ്റവും അധികം പരിശ്രമിച്ചവരിൽ ഒരാളാണ് ഈരേത്ര വെട്ടുതൊട്ടുങ്കൽ പരേതനായ ചെറിയാൻ മാത്യുവിന്റെയും എലിയമ്മ മാത്യുവിന്റെയും മകൻ ആന്റണി, ഭാര്യ ഡെൻസി ആന്റണി, മക്കൾ ഡെറിക്, ആൽവിൻ. ഈസ്റ്റ് ഹാമിലും ഹോൺ ചർച്ചിലും സൗത്ത് എൻഡിലും സീറോ മലബാർ സഭയുടെ മാസ് സെന്ററുകളും തുടങ്ങാനും അവയെ മിഷനുകളായി വളർത്തുവാനും പ്രവർത്തിച്ചു. കലാ സാംസ്കാരിക വേദികളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. ഇനിയൊരു ഇടവേള.